ദേശീയപാത നിർമ്മാണത്തിലെ അഴിമതി തുറന്നുകാട്ടി കോൺഗ്രസ് കോടികൾ മുടക്കി വലിയ കൊട്ടിഘോഷത്തോടെ കൊണ്ടുവന്ന നാഷണൽ ഹൈവേ ഒരു ചെറിയ ചാറ്റൽ മഴയിൽ ഇടിഞ്ഞു വീഴുകയും വിണ്ടുകീറുകയും ചെയ്ത് വൻ ദുരന്തത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് ഇതിൻ്റെ പിന്നിലെ ദുരൂഹതയെക്കുറിച്ച് അന്വേഷണം നടത്തിയത്. ഞെട്ടിക്കുന്ന വൻ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ നടത്തിയത് എന്നാണ് കണ്ടെത്തൽ. അഴിയൂരിൽ നിന്ന് വെങ്ങളം വരെയുള്ള ദേശീയപാത നിർമ്മാണ കരാർ അദാനി ഗ്രൂപ്പിന് ലഭിച്ചത് അഴിമതിയിലൂടെ ആണെന്ന് രേഖകൾ സഹിതമാണ് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നത്. അഴിയൂർ മുതൽ വെങ്ങളം വരെ 40.8 കിലോമീറ്റർ ദേശീയപാത 6 വരി ആക്കുന്നതിലുള്ള നിർമ്മാണം അദാനി എൻ്റർപ്രൈസസിന് നൽകിയത് 1838 കോടി രൂപയ്ക്കാണ്. അതായത് 1 കിലോമീറ്ററിന് 45 കോടി രൂപ ചെലവ് വരും. എന്നാൽ ഈ കരാർ അദാനി ഗ്രൂപ്പ് വഗാഡ് ഇൻഫ്രാ പ്രോജക്ട്സ് എന്ന കമ്പനിക്ക് 971 കോടി രൂപയ്ക്ക് മറിച്ചു നൽകി എന്നാണ് കോൺഗ്രസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും ദേശീയപാതയുടെ പേരിൽ വൻ അഴിമതി നടത്തിയെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുകയാണിപ്പോൾ. മലപ്പുറത്തെ കൂരിയാട്ടും ചാവക്കാടും കണ്ണൂർ കുപ്പത്തും പയ്യന്നൂർ കോത്തായിമുക്കിലും പുതിയങ്കാവും കോഴിക്കോട് തിരുവങ്ങൂർ മേൽപ്പാലത്തിലും ചെറുകുളത്തും തുടങ്ങി കേരളത്തിൽ പലയിടത്തും ദേശീയപാതകളുടെ തകർച്ച വ്യക്തമായതോടെ ഇതിലെ അഴിമതിയുടെ ദുരൂഹതകളും ഇപ്പോൾ വെളിവാകുകയാണ്. മാർച്ചിൽ ആലപ്പുഴയിലും 30 അടി ഉയരത്തിൽ നിന്ന് 4 ഡാർഡുകൾ വീണ് തകർന്നിരുന്നു. വേണ്ട രീതിയിൽ പരിസ്ഥിതി പഠനം നടത്താതെയും കേരളത്തിലെ മണ്ണിൻ്റെ ഘടന വിശദമായി പഠിക്കാതെയും നിർമ്മാണ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചാണ് ദേശീയപാതയുടെ ദുരന്തത്തിന് കാരണമായത് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 600 കിലോമീറ്റർ വരുന്ന റോഡ് ചെറിയ കഷ്ണങ്ങളാക്കി വിഭജിച്ച് പല കമ്പനികൾക്ക് കരാർ നൽകിയതിലും ദുരൂഹതകൾ ഉണ്ട്. പണികൾ സമയബന്ധിതമായി തീരുമെന്നതാണ് ഇവർ പറയുന്ന ന്യായം. എന്നാൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു നൽകിയതോടെ പരിസ്ഥിതി ആഘാത പഠനം ഒഴിവാക്കപ്പെട്ടു. കേരളത്തിൻ്റെ കാലാവസ്ഥാ സ്ഥിതി അനുസരിച്ച് 8 മാസം മഴയായിരിക്കും. എന്നിരിക്കെ മെയ് മാസം എന്ന ഇടക്കാല മൺസൂണിൽ തന്നെ വലിയ രീതിയിൽ ദേശീയപാതകൾ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അവകാശവാദങ്ങൾ ഉയർത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നേ തിരക്കിട്ട റോഡുകളുടെ പണി പൂർത്തിയാക്കി പിതൃത്വം നേടിയെടുക്കാൻ തിടുക്കപ്പെട്ട കേരള സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ഇപ്പോൾ വെളിവായിരിക്കുന്നത്. അശാസ്ത്രീയമായ പണി പൂർത്തീകരിച്ച് റോഡ് പണി തീർത്തുവെന്ന് വരുത്തി തീർക്കുമ്പോഴും നാഷണൽ ഹൈവേയുടെ കരാറിൽ മോദിയുടെ മൊദാനി ബന്ധത്തിൻ്റെ അഴിമതി വ്യക്തമാകുകയാണ്. മോദിയും ഗഡ്കരിയും അദാനിക്ക് വേണ്ടി രാജ്യത്തെ പണയപ്പെടുത്തുന്ന ഗതികെട്ട ഭരണത്തിന് കേരളത്തിലെ LDF സർക്കാർ ഓശാന പാടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. 25 ലക്ഷം രൂപ കണ്ണൂരിലെ CPM പ്രാദേശിക തലത്തിൽ കൈപ്പറ്റിയെന്ന ആക്ഷേപവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് കമ്മീഷൻ അടിസ്ഥാനത്തിലും കൈക്കൂലി അടിസ്ഥാനത്തിലും പങ്കുപറ്റിയതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നാട്ടിലുടനീളം നടക്കുന്ന ദേശീയപാതകളുടെ ദുരന്തം. ദേശീയപാത കരാറിൻ്റെ NHAI വെബ്സൈറ്റിൽ നിന്നുള്ള സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് കോൺഗ്രസ് എക്സ് പോസ്റ്റിലൂടെ ഈ അഴിമതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പിന്നിലെ വൻ അഴിമതിയുടെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലുമാണ് കോൺഗ്രസ്. ജനത്തിൻ്റെ നികുതി പണം കൊണ്ട് ജനങ്ങളെ ദുരന്തങ്ങളിലൂടെ കൊല ചെയ്യാനുള്ള സർക്കാരുകളുടെ ശ്രമങ്ങളെ എന്ത് വില കൊടുത്തും തടയുമെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ ഏത് വിധേനയും തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ED മുൻനിർത്തി വേട്ടക്കിറങ്ങുമ്പോഴും ED ഉയർത്തിയ ഒരു കേസിൽ പോലും വ്യക്തത വന്നിട്ടില്ല എന്ന് മാത്രമല്ല, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നേരിട്ട് നടത്തിയ കോടികളുടെ കൈക്കൂലി കേസും ഇപ്പോൾ പുറത്തു വരുന്നതിലൂടെ EDയുടെ വിശ്വാസ്യതയും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ലക്ഷ്യം വെച്ച് മോദി നടത്തുന്ന ജനാധിപത്യ ധ്വംസനം മോദി എന്ന ഭരണകർത്താവിൻ്റെ സ്വേച്ഛാധിപത്യത്തെ തുറന്നു കാട്ടുന്നതാണ്. നാഷണൽ ഹൈവേ വന്നപ്പോൾ മോദിയുടെ റോഡാണെന്ന് പേർത്തും മാർത്ത് വിളിച്ച BJPക്കാർ ഇപ്പോൾ ഒളിവിലാണ്. അതുപോലെ റോഡിൻ്റെ അവകാശം പറഞ്ഞ് റീലും റോഡ് ഷോയുമായി രംഗത്ത് വന്ന മന്ത്രി റിയാസും സർക്കാരും മുഖം രക്ഷിക്കാൻ പാടുപെടുകയാണ്. തങ്ങളുടെ ജാളിത മറയ്ക്കാൻ കണ്ണൂരിലെ മേഘ ഗ്രൂപ്പ് ഓഫീസ് തകർക്കാൻ DYFIക്കാരെ ഇറക്കി ആക്രമണ നാടകം കളിച്ച LDFും ഇപ്പോൾ ചേര മാളത്തിലൊളിച്ച അവസ്ഥയിലായി. പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം കൊട്ടിഘോഷിച്ച് 1 വർഷം നീണ്ടുനിന്ന ആഘോഷത്തിൻ്റെ സമാപനത്തിൽ നേട്ടങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അവകാശപ്പെട്ട റോഡുകളാണ് ദുരന്തമുഖമായി കേരളത്തിൽ ഇപ്പോൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഈ റോഡുകളുടെ നിർമ്മാണത്തിൽ മുൻപും ഉയർന്നു വന്ന അഴിമതികൾ ഇപ്പോൾ മറന്നേക്ക് പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസ് ഉയർത്തിയ ഈ ആരോപണങ്ങൾ വെറും ആരോപണങ്ങൾ മാത്രമല്ല, അതിൻ്റെ സത്യാവസ്ഥകളിലേക്ക് വെളിച്ചം വീശുന്ന ആഴങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. കാത്തിരുന്ന് കാണാം നമുക്ക്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.